എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്കുള്ളൊരു യാത്രയാണ്. യാത്രയുടെ തലേ ദിവസം ഞങ്ങൾ കൊച്ചിയിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിനടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലായിരുന്നു. കാരണം പിറ്റേ ദിവസം രാവിലെ എയർപോർട്ടിലേക്ക് പോകാൻ എളുപ്പം അതാണ്. നല്ല വൃത്തിയുള്ള റൂംസാണ്. കയറുമ്പോൾ തന്നെ ഒരു സിറ്റിംഗ് റൂമും അത് കഴിഞ്ഞ് ഒരു ബെഡ്റൂമും ഉണ്ട്. ഞങ്ങൾ രാവിലെ തന്നെ റൂം ചെക്കൗട്ട് ചെയ്തു എയർപോർട്ടിലേക്ക് യാത്രയായി. തലേ ദിവസം തന്നെ നമ്മൾ ഒരു ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊച്ചി എയർപോർട്ടിന് 3 ടെർമിനലുകളുണ്ട്. ടെർമിനൽ 1 ഡൊമസ്റ്റിക്കും, ടെർമിനൽ 2 ബിസിനസ് ജെറ്റ്സിനും, ടെർമിനൽ 3 ഇൻ്റർനാഷണലും. അങ്ങനെയാണ് ഇവിടുത്തെ ടെർമിനലുകൾ തരം തിരിച്ചിരിക്കുന്നത്. എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞു ബോർഡിംഗ് പാസുമായി ഞങ്ങൾ എയർപോർട്ടിനകത്തോട്ട് കയറി. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി എയർപോർട്ട് എന്നത് നമുക്ക് വളരെ അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഏകദേശം 46,000-ഓളം സോളാർ പാനലുകളാണ് എയർ കാർഗോ കോംപ്ലക്സിന് സമീപമുള്ള 45 ഏക്കർ സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളുടെ ഒരു നല്ല കളക്ഷൻ തന്നെ കൊച്ചി എയർപോർട്ടിനുള്ളിലുണ്ട്. നമുക്ക് പോകാനുള്ള ഇൻഡിഗോ ഫ്ലൈറ്റ് കൃത്യസമയത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ പൊതുമേഖല സ്വകാര്യ മേഖല പങ്കാളിത്തത്തോടെ തുടങ്ങിയ ആദ്യത്തെ വിമാനത്താവളമാണ് എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരിയിലെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. 1999 മെയ് 25-നാണ് ഈ എയർപോർട്ടിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. എറണാകുളം ടൗണിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ വടക്ക് കിഴക്ക് ആലുവ റൂട്ടിലാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ചാർട്ടർ ഗേറ്റ്വേ ഉൾപ്പെടെ 3 ടെർമിനലുകളാണ് കൊച്ചി എയർപോർട്ടിനുള്ളത്. എയ്റോ ബ്രിഡ്ജ് അതിൻ്റെ ജോലി അവസാനിപ്പിച്ചു. എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്ത പ്ലേസിനെയാണ് ഏപ്രൺ എന്ന് പറയുന്നത്. ആ ഏപ്രണിൽ നിന്നും റൺവേയിലേക്ക് ഫ്ലൈറ്റിനെ കൊണ്ടുവരാൻ റിവേഴ്സ് എടുക്കുന്നതിന് പകരം ഒരു ടഗ് ഉപയോഗിച്ച് തള്ളുകയാണ് ചെയ്യുന്നത്. എയർ ട്രാഫിക് കൺട്രോളറുടെ അനുവാദമില്ലാതെ അത് ഫ്ലൈ ചെയ്യാൻ വേണ്ടി റൺവേയിലേക്ക് കയറാൻ പാടില്ല. ഫ്ലൈ ചെയ്യാനുള്ള സ്ലോട്ട് കിട്ടുന്നത് വരെ അത് വെയിറ്റ് ചെയ്യേണ്ടി വരും. പെർമിഷൻ കിട്ടുന്നതനുസരിച്ച് ഓരോ എയർക്രാഫ്റ്റും റൺവേയിലേക്ക് കയറും. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റും ടേക്ക് ഓഫ് ചെയ്യാൻ റെഡിയായി. ആവശ്യമായ ലിഫ്റ്റ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് വിമാനം റൺവേയിൽ കുറച്ച് ദൂരം പറന്നുയരുന്നതിന് മുമ്പ് ഓടുന്നത്. ചിറകിന് മുകളിലൂടെ വായു വേഗത്തിലാക്കാൻ വിമാനത്തിന്റെ ചിറകുകൾ രൂപപ്പെടുത്തിയിരിക്കുന്നു. വായു വേഗത്തിൽ നീങ്ങുമ്പോൾ വായുവിന്റെ പ്രഷർ കുറയുന്നു. അതിനാൽ ചിറകിന്റെ മുകളിലുള്ള പ്രഷർ ചിറകിന്റെ അടിയിലുള്ള പ്രഷറിനേക്കാൾ കുറവാണ്. ഈ പ്രഷറിലെ വ്യത്യാസം ചിറകിൽ ഒരു ശക്തി സൃഷ്ടിക്കുന്നു. അതാണ് ചിറകിനെ വായുവിലേക്ക് ഉയർത്തുന്നത്. കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള ദൂരം ഏകദേശം 2100 കിലോമീറ്ററാണ്. 3 മണിക്കൂറാണ് ഫ്ലൈയിങ് ടൈം. ഈ എയർക്രാഫ്റ്റ് എങ്ങനെയാണ് വഴിതെറ്റാതെ
ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് എന്നത് ഒരു ചെറിയ രീതിയിൽ പറഞ്ഞു തരാം. നമ്മൾ കാറൊക്കെ ഓടിക്കുമ്പോൾ GPS-ൽ റോഡ് വേസ് ആണുള്ളത്. അതുപോലെ ക്യാപ്റ്റൻസിന് എപ്പോഴും ഉപയോഗിക്കുന്നത് എയർവേസ് ആണ്. എയർവേസ് എന്നത് ഒരു പാത്താണ്. ഈ പാത്തിൽ ഓരോ വേ പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റ്സ് കണക്ട് ചെയ്താണ് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നത്. GPS-ൻ്റെയും ജിയോഗ്രഫിക്കൽ കോർഡിനേറ്റ്സിൻ്റെയും കൂടി ഹെൽപ്പ് എടുത്തിട്ടാണ് ഈ വേ പോയിന്റ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാ ക്യാപ്റ്റന്മാർക്കും ഒരു ഫ്ലൈറ്റ് പ്ലാൻ ഡോക്യുമെൻ്റ് കൊടുക്കുന്നതാണ്. ആ ഡോക്യുമെൻറ്റിൽ റൂട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. എയർക്രാഫ്റ്റിൻ്റെ കമ്പ്യൂട്ടറിൽ ക്യാപ്റ്റൻ ഈ ഡേറ്റാസ് ഫീഡ് ചെയ്യും. കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യുന്ന ഈ റൂട്ടാണ് എയർക്രാഫ്റ്റിനെ ഫ്ലൈ ചെയ്യാൻ സഹായിക്കുന്നത്. ഓട്ടോ പൈലറ്റ് മോഡിൽ ഫ്ലൈറ്റ് റൂട്ട് തെറ്റാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഡൽഹിക്ക് മുകളിലൂടെ പറക്കുകയാണ്. അത് ഏകദേശം ലാൻഡിംഗ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. ടേക്ക് ഓഫ് സമയത്ത് വേഗത കൂടുന്നതിനനുസരിച്ച് ചിറകുകൾ എന്ത് ചെയ്യും? അത് ലിഫ്റ്റ് നൽകാൻ തുടങ്ങും. അതിനാൽ അവ ഉയരാൻ തുടങ്ങുന്നു. ലാൻഡിംഗ് സമയത്ത് വിമാനം സ്പീഡ് കുറയുകയും ചിറകുകൾ എന്ത് ചെയ്യും? ലിഫ്റ്റ് നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ അത് ടേക്ക് ഓഫ് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. ഓരോ ഫ്ലൈറ്റിൻ്റെയും ടൈപ്പ് അനുസരിച്ചാണ് ലാൻഡിംഗ് ഗിയറിൻ്റെ പ്രവർത്തനം. ചിലത് 6 കിലോമീറ്ററുകൾക്ക് മുമ്പും ചില 9 കിലോമീറ്ററുകൾക്ക് മുമ്പും പൈലറ്റുമാർ ലാൻഡിംഗ് ഗിയർ ഓപ്പൺ ആക്കിയിരിക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് ഡൽഹി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്തതിന് ശേഷം വിമാനത്തിൻ്റെ വേഗത കുറയ്ക്കാനും അതുപോലെ തന്നെ ലാൻഡിംഗ് റോളിൻ്റെ ദൈർഘ്യം കുറയ്ക്കാനും കൂടിയാണ് ഈ ഫ്ലാപ്പുകൾ പൈലറ്റുമാർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഡൽഹി വിമാനത്താവളത്തിന് 4 റൺവേകളുണ്ട്. മണിക്കൂറിൽ 100 വിമാനങ്ങൾ വരെ കൈകാര്യം ചെയ്യാൻ ശേഷിയുണ്ട്. 4430 മീറ്റർ നീളമുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റൺവേ ആണ് ഡൽഹി എയർപോർട്ടിനുള്ളത്. ഏപ്രിലിൽ പ്രവർത്തനം നിർത്തിവെച്ച ജെറ്റ് എയർവേസിൻ്റെ 2 വിമാനങ്ങൾ ഇവിടെ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഭ്യന്തര വിമാന കമ്പനിയെ നയിച്ചിരുന്ന ഗോയൽ 2007-ൽ എതിരാളിയായ എയർ സഹാറയെ ഏറ്റെടുക്കുകയും ചിലവേറിയ പിഴവുകൾ വരുത്തുകയും ചെയ്തതിനു ശേഷം സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിട്ടു. ഫണ്ടിൻ്റെ അഭാവത്തെ തുടർന്ന് 2019 ഏപ്രിലിൽ ജെറ്റ് എയർവേസിൻ്റെ എല്ലാ ഫ്ലൈറ്റുകളും നിർത്തിവെച്ചു. ഇന്ത്യയുടെ തന്നെ ഒരുപാട് ഫ്ലൈറ്റുകൾ ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഡൽഹി എയർപോർട്ടിൻ്റെ ഏപ്രിലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ കൊച്ചിയിൽ നിന്നും യാത്ര ചെയ്ത് ഡൽഹി എയർപോർട്ടിൽ 12:20 എത്തിക്കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ബൈ.